ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LD ക്ലർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വാസ്കോ ഡ ഗാമ കോഴിക്കോട്ടെത്തിയ കപ്പൽ സാവോ ഗബ്രിയേൽ. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് 1931 മൗലികാവകാശങ്ങൾ സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്? കറാച്ചി. ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജിയുടെ പ്രവാസ ജീവിതത്തിന് തിരശ്ശീല വീണ വർഷം 1914. 1910 നവംബർ 20 റഷ്യയിലെ അസ്തപോവ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനാണ്? ലിയോ ടോൾസ്റ്റോയ്. സൂര്യവിദൂര ദിനത്തിൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എത്ര ദശലക്ഷം കിലോമീറ്ററാണ്? 152 ദശലക്ഷം കിലോമീറ്റർ. സമരാത്ര ദിനങ്ങൾ ഏതെല്ലാം? മാർച്ച് 21, സെപ്റ്റംബർ 23. താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ബംഗാൾ. ഹിമാലയം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 1, 2, 4. 1, 2, 4. വിസ്തീർണാടിസ്ഥാനത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം 7. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ഏത് ഭാഗത്താണ് കേരളം? തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് കേരളം. ATM കാർഡിലെ അക്കങ്ങളുടെ എണ്ണം 16. മുദ്രാ ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. ദരിദ്രരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി എന്ന പ്രമാണവാക്യവുമായി ബന്ധപ്പെട്ട സംഘടന? ലോക ബാങ്ക്. കല്യാൺ സോന, സൊണാലിക എന്നിവ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ്? ഗോതമ്പ്. തെറ്റായ പ്രസ്താവന ഏത്? ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിന് സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രാന്റ്. ഭൂനികുതി ചുമത്തുന്നത് സംസ്ഥാന സർക്കാരാണ്. ആദ്യമായി വാല്യൂ ആഡഡ് ടാക്സ് നടപ്പിലാക്കിയ രാജ്യം ഇന്ത്യയാണ്. സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന തുകയാണ് ഫീസ്. സി. തെറ്റായ പ്രസ്താവന സി ആണ്. നിയമനിർമ്മാണ സഭയുടെ പ്രിവിലേജ് ഇന്ത്യയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് രാജ്യത്തെ മാതൃകയാക്കിക്കൊണ്ടാണ്? സി. ബ്രിട്ടൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങളുടെ എണ്ണം 17. സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരൻ്റെ അവകാശത്തെക്കുറിച്ച് ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? സി. അനുച്ഛേദം 19. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 1, 2, 3, 4 ശരിയാണ്. പാർലമെൻറ്റ് എന്നാൽ ലോകസഭയും രാജ്യസഭയും പ്രസിഡന്റും ചേർന്നതാണ്. ഇന്ത്യൻ യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് തലവൻ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ കാലാവധി 5 വർഷമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നയപ്രഖ്യാപനം പാർലമെൻറ്റിൽ വായിക്കുന്നത് രാഷ്ട്രപതിയാണ്. 4 പ്രസ്താവനകളും ശരിയാണ്.
61-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആയി ഇളവു ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. തെറ്റായ പ്രസ്താവന ഏത്? സി ആണ് തെറ്റായ പ്രസ്താവന. ലോക കേരള സഭ നടപടികൾ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഭരണ പരിഷ്കാര കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം? 1957. സംസ്ഥാന ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ? സി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയും അംഗങ്ങളെയും നിയമിക്കുന്നത്? സംസ്ഥാന സർക്കാർ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷം. മനുഷ്യന്റെ ഹൃദയമിടിപ്പു നിരക്ക്? 72 പ്രതി മിനിറ്റ്. വിറ്റമിൻ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ്? കാസിമർ ഫങ്ക്. ചുവന്ന രക്താണുക്കൾ അരിവാളിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖം? സിക്കിൾ സെൽ അനീമിയ. ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത്? തൈറോയിഡ് ഗ്രന്ഥി. ഏത് രാജ്യത്താണ് 1948 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സംരക്ഷണ സംഘടന സ്ഥാപിതമായത്? ഫ്രാൻസ്. തെറ്റായ പ്രസ്താവന ഏത്? സാൽമരങ്ങൾ മുറിച്ചുമാറ്റി തേക്കിൻ തോട്ടങ്ങൾ നിർമ്മിക്കാനുള്ള സർക്കാരിൻ്റെ പദ്ധതിക്കെതിരെ ബീഹാറിലെ സിംഗ്ഭൂം ജില്ലയിൽ ഗ്രാമീണർ 1982 നടത്തിയ പ്രതിഷേധ സമരമാണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ. മദർ എർത്ത് എന്ന അന്താരാഷ്ട്ര സംഘടനയുമായി സഹകരിച്ചാണ് നവധാന്യ എന്ന സംഘടന ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ദാശോളി ഗ്രാം സ്വരാജ സംഘിൻ്റെയും ചാന്തി പ്രസാദ് ഭട്ടിൻ്റെയും നേതൃത്വത്തിൽ ഇന്നത്തെ ഉത്തരാഖണ്ഡിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് അപ്പിക്കോ പ്രസ്ഥാനമാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന ഡി ആണ്. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിന് നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും അതേ ദിശയിലുമായിരിക്കും എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ന്യൂട്ടൻ്റെ എത്രാം ചലന നിയമമാണ്? 2ാം ചലന നിയമം. ദർപ്പണങ്ങൾ എത്ര ഡിഗ്രി ചെരിവിൽ ക്രമീകരിച്ചാണ് പെരിസ്കോപ്പ് നിർമ്മിക്കുന്നത്? 45. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന 1. ഗാൾട്ടൺ വിസിലിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി 30,000 ഹെർട്സ് ആണ്. ഗാൾട്ടൺ വിസിലിൽ നിന്നുള്ള അൾട്രാ സോണിക് ശബ്ദം മനുഷ്യൻ കേൾക്കാതിരിക്കുകയും നായ്ക്കൾ കേൾക്കുകയും ചെയ്യുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി കണ്ടെത്തുക. സി. 2 പ്രസ്താവനകളും ശരി. ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്ന മൂലകം? കാർബൺ. കോബാൾട്ട് നൈട്രേറ്റിൻ്റെ നിറമെന്ത്? ചുവപ്പ്. ഡൈനാമൈറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ്? സൾഫ്യൂറിക് ആസിഡ്. ഇന്ദിരാഗാന്ധി ബോട്ട് റേസ് ഏത് ജില്ലയിലാണ് നടക്കുന്നത്? എറണാകുളം. കുട്ടികൾക്കുള്ള പ്രസിദ്ധീകരണങ്ങളും ആനുകാലികങ്ങളും മാതൃഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്നതിനായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം?
കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. മാർത്താണ്ഡവർമ്മ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി അഭയം പ്രാപിച്ച അമ്മച്ചിപ്ലാവിൻ്റെ അവശിഷ്ടം പരിരക്ഷിക്കുന്നത് ഏത് ക്ഷേത്രവളപ്പിലാണ്? നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രം. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത വാനപ്രസ്ഥം എന്ന സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ച പ്രശസ്ത സംഗീതജ്ഞൻ? ഉത്തരം സക്കീർ ഹുസൈൻ. താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക. വാട്ടർ പോളോ, കബഡി, ഹാൻഡ്ബോൾ, ബേസ്ബോൾ ഇവയിൽ ടീമിൽ 7 കളിക്കാർ വീതമുള്ള കായിക വിനോദങ്ങൾ ഏതെല്ലാം? 1, 2, 3. വാട്ടർ പോളോ, കബഡി, ഹാൻഡ്ബോൾ. മൗസിൻ്റെ ഉപജ്ഞാതാവ്? ഡഗ്ലസ് എംഗൽബർട്ട്. ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം? മോണിറ്റർ. തെറ്റായ പ്രസ്താവന ഏത്? ഡി. കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിന് അനുയോജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ ഭാഷയാണ് ഹിന്ദി. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വിഭാഗം ഏത്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ. കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമപ്രകാരം ഏത് പ്രായം വരെയുള്ളവരാണ് കുട്ടികൾ? 18 വയസ്സ് വരെ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ? സുഗതകുമാരി. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? 1993. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? 3. അടുത്തിടെ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യ മോചിപ്പിച്ച MV ലീല നോർഫോക്ക് ഏത് രാജ്യത്തെ കപ്പലായിരുന്നു? ലൈബീരിയ. 1,00,000-ന് മുകളിൽ ജനസാന്ദ്രതയുള്ള ഏറ്റവും വൃത്തിയുള്ള നഗരമായി സ്വച്ഛ് സർവേക്ഷൺ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങൾ? ഇൻഡോർ, സൂറത്ത്. ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണലിൻ്റെ 2023 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം? ഡെൻമാർക്ക്. 2024 ഉദ്ഘാടനം ചെയ്ത മഹാകവിജിയുടെ സ്മാരകം ഏത് ജില്ലയിലാണ്? എറണാകുളം. തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തെ 18ാമത്തെ വന്യജീവി സങ്കേതമാണ്? തമിഴ്നാട്. സംസ്ഥാനത്തെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക്? മാനാഞ്ചിറ, കോഴിക്കോട്. അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഒഡീഷ. അടുത്തിടെ യുവക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം? മ്യാൻമാർ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന 1. 2024 ബാഫ്റ്റ അവാർഡ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഓപ്പൺഹൈമർ എന്ന സിനിമയാണ്? പ്രസ്താവന 2. 2024 ബാഫ്റ്റ അവാർഡിൽ കിലിയൻ മർഫിയും എമാ സ്റ്റോണും യഥാക്രമം മികച്ച നടനും മികച്ച നടിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി കണ്ടെത്തുക. സി. 2 പ്രസ്താവനകളും ശരി. വിന്നേഴ്സ് എഡ്യൂസോണിലെ
ബാഫ്ത അവാർഡ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി എല്ലാവരും എക്സാമിന് മുമ്പ് ഒന്ന് റിവ്യൂ ചെയ്യുന്നത് നന്നായിരിക്കും. ക്വാഡ് അംഗരാജ്യങ്ങളുമായി സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്വാഡ് ബിൽ പാസാക്കിയ രാജ്യം? USA. നാറ്റോയിൽ 32ാമത്തെ അംഗരാജ്യം? സ്വീഡൻ. 2024 മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സിൻട്രി വളം പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. 33ാമത് സരസ്വതി സമ്മാനത്തിന് അർഹയായത്? പ്രഭാവർമ്മ. 18ാം ലോകസഭ രൂപവത്കരണത്തിനുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ മണ്ഡലം? വടകര. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി പലമത സാരവുമേഘം എന്ന സ്മാരക ഗ്രന്ഥം പുറത്തിറക്കിയ സ്ഥാപനം? കേരള സാഹിത്യ അക്കാദമി. തെറ്റായ പ്രസ്താവന ഏത്? ഡി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈലൈൻ റോഡ് ടണലായ സെല്ല ടണൽ ഹിമാചൽ പ്രദേശിലാണ്. 10,000 കോടി ഡോളർ പ്രവാസി പണം എത്തുന്ന ആദ്യ രാജ്യം? ഇന്ത്യ. 2024-25 വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം? നെടുമ്പാശ്ശേരി വിമാനത്താവളം. ഏത് നവോത്ഥാന നായകൻ്റെ 100ാം സമാധി വാർഷികമാണ് 2024 മെയ് മാസത്തിൽ ആചരിച്ചത്? ചട്ടമ്പി സ്വാമികൾ. വിക്ടോറിയ ഷീ എന്ന പേരിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധിയെ അവതരിപ്പിച്ച രാജ്യം? യുക്രൈൻ.